പ്രോഡക്റ്റ് റൂൾ എടുത്ത് ചെയ്യേണ്ടി വരുമ്പോ എക്സ് വൈ ഞാൻ പറഞ്ഞതാണ്, എക്സ് വൈനെ ഇതിനൊരു ടൈം ആയിട്ട് നിർത്തുക, ഇത് അടുത്ത ടൈം ആക്കുക. സോ യു ഇൻറ്റു വി പ്രോഡക്റ്റ് റൂൾ വരികയാണെങ്കിൽ എന്തായിരിക്കും വരിക? യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വി പ്ലസ് വി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു, ആ ഒരു ഫോർമാറ്റിലേക്ക് വരിക അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും വരിക? എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ലോഗ് എക്സ് ഇസഡ്, ഓക്കെ, പ്ലസ് ലോഗ് എക്സ് ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താ വരിക? നിങ്ങളൊന്ന് പറഞ്ഞേ. എക്സ് വൈ ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് log x z? 1 by x z into z. 1 by, ഇപ്പൊ ഇത് നമുക്ക് ലോഗരിതം ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ചോദിച്ചേക്കുന്നത്. ഇതിനെ നമുക്ക് ചെയിൻ റൂളിലേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ചെയിൻ റൂള് പറയുന്നതിന് നമുക്കിപ്പോ ഏതായാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോൾ അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. ലോഗ് 2x ആണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ പറയുന്നത്? ഡെറിവേറ്റീവ് ഓഫ് d by dx ഓഫ് log 2x. log x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1 by x. അപ്പൊ log 2x ന്റെയോ 1 by 2x into ഡെറിവേറ്റീവ് ഓഫ് 2x കൊടുക്കും, വിച്ച് ഇസ് 2. 2 ക്യാൻസൽ ആയി പോയിട്ട് 1 by x തന്നെ വന്നോളൂ ആൻസർ. സോ അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. ലോഗ് എക്സ് ഇസഡ് എന്ന് പറയുമ്പോൾ ഇസഡ് ഒരു കോൺസ്റ്റന്റ്. അപ്പൊ ലോഗ് എക്സ് ഇസഡിന്റെ ഡെറിവേറ്റീവ്, ലോഗിന്റെ ഡെറിവേറ്റീവ് 1 by ആണ്. അപ്പൊ 1 by x ഇസഡ്, 1 by x ഇസഡ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ഇസഡ് പ്ലസ് ലോഗ് എക്സ് ഇസഡ് ഇൻറ്റു വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. y കോൺസ്റ്റന്റ് ആണ്, അപ്പൊ y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്ന് വരും, വിച്ച് ഇസ് 1. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് അങ്ങ് എഴുതുകയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ എങ്ങനെ എഴുതാം? എക്സ് വൈ ഇൻറ്റു 1 by x z ഇൻറ്റു, നോ വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് z? എക്സ് z ഡെറിവേറ്റീവ് എന്താ? z കോൺസ്റ്റന്റ് ആണ്, അപ്പൊ z ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് ലോഗ് എക്സ് z ഇൻറ്റു y ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ചെറിയ സിംപ്ലിഫിക്കേഷൻ നടത്താം. ഒരു എക്സ് ക്യാൻസൽ ആയി പോകും, ഇവിടുന്ന് ഇസഡും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ദിസ് ഈസ് ഈക്വൽ ടു വരുന്ന എന്തായിരിക്കും? y പ്ലസ് y ലോഗ് എക്സ് z ആണോ? എന്തെങ്കിലും സംശയം ഇതിന്റെ അകത്ത് വരുന്നുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ആ ക്വസ്റ്റിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കിയേ. അതുപോലെ തന്നെ നമുക്ക് w ഈക്വൽ ടു എക്സ് വൈ ലോഗ് എക്സ് ഇസഡ് ആയിരുന്നു. സോ ഡോ ഇസ് w ബൈ ഡോ y ആണ് എന്തായിരിക്കും വരിക? log x z കോൺസ്റ്റന്റ് അല്ലേ? log x z ഈ കേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാണ്, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ലോഗ് എക്സ് z എന്നാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോ എക്സ് കോൺസ്റ്റന്റ് ആണ്, ലോഗ് എക്സ് z കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ഇൻറ്റു ലോഗ് എക്സ് z ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഏത് മാത്രമേ വരുള്ളൂ? ഡോ ബൈ ഡോ വൈ ഓഫ് y മാത്രമാണ് വരിക. സോ ഈക്വൽ ടു എന്തായിരിക്കും വരിക? x log xz. x log xz എന്നേ വരുള്ളൂ, ബിക്കോസ് y യുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ആൻസർ വരിക x log xz. ലോഗ് ln എന്നാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്, നാച്ചുറൽ ലോഗരിതം എന്നുള്ളതാണ്. LOG എന്നാണ് വന്നിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ എഴുതുക ലോഗ് xz. ഓക്കെ, അതുപോലെ ഡോ z ബൈ ഡോ
ഡബ്ല്യു ബൈ ഡോ ഇസഡ് ആണ് എന്തായിരിക്കും വരിക? സിമിലർലി ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ്, ഇത് നമ്മൾ എടുക്കുമ്പോ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് വൈ ലോഗ് എക്സ് ഇസഡ് എന്നാണ് വരണത്. ഇത് നോക്കുമ്പോ എക്സ് വൈ കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് വൈ ഇൻറ്റു ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ലോഗ് എക്സ് ഇസഡ് എന്ന് വരും. ഓക്കെ, സംശയമില്ലല്ലോ, എക്സ് വൈ എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് വൈ ഇൻറ്റു, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ലോഗ് എക്സ് ഇസഡിന്റെ ഡെറിവേറ്റീവ് ആണ്. ലോഗ് ഇസഡിന്റെ വരുമ്പോ 1/z എന്നുള്ള ഫോമില. അപ്പൊ ലോഗ് എക്സ് ഇസഡിന്റെ 1/x(z) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഇസഡ്, ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് ഇസഡ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ എന്ത് വരും? എക്സ് വൈ ഇൻറ്റു 1/x(z) ഇൻറ്റു എക്സ് ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ് വരുമ്പോ എന്താ വരണേ? എക്സ് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് എന്ന് വരും, അത് 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? ഒരു എക്സ് ക്യാൻസൽ ആയി പോകും, എക്സ് വൈ ബൈ ഇസഡ് എന്ന് വരും അല്ലെ? ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഷോ ദാറ്റ് z ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സാറ്റിസ്ഫൈസ് ദ ലാപ്ലാസ് ഇക്വേഷൻ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ z ബൈ ഡോ വൈ സ്ക്വയർ. ഈ ലാപ്ലാസ് ഇക്വേഷൻ ഇത് നിങ്ങൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. ഇത് 3 വേരിയബിളിന്റെ ആണെങ്കിൽ ഇപ്പൊ യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ആണെന്ന് വിചാരിക്കുക. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ലാപ്ലാസ് ഇക്വേഷൻ എടുക്കുന്നതെങ്കിൽ അതെങ്ങനെയാ വരിക? യു ഈക്വൽ ടു, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് ഇസഡ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നുള്ള രീതിയിലായിരുന്നു. അതിന് പകരം യു ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ സെഡ് ഇങ്ങനെ തന്നിരിക്കുന്നതെന്ന് വെക്കുക. അതിന്റെ ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞാൽ എന്താ എടുക്കണ്ടേ? മീൻസ് ലൈക്ക് u equal to x minus y plus z എന്നോ ഇങ്ങനെ വല്ല തന്നിരുന്നെന്ന് വെക്കുക. എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഞാൻ ചോദിച്ചേ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ, അതായത് 3 വേരിയബിൾ ആണെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതായിരിക്കും ഈ കേസിൽ ലാപ്ലാസ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാനിപ്പോ ഇവിടെ തൽക്കാലം ഏതായാലും ക്വസ്റ്റ്യൻ അത് ക്ലിയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഒരുപക്ഷെ എക്സാമിന് അത് തരണമെന്ന് നിർബന്ധമില്ല, ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, സോ നമുക്കിത് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടത്? ഇസഡ് ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയറും ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ സ്ക്വയറും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡോ z ബൈ ഡോ x അല്ലേ? ഓക്കെ, ആൻഡ് ഡോ സ്ക്വയർ z ബൈ ഡോ y സ്ക്വയർ ആണെങ്കിലോ ഡോ ബൈ ഡോ y ഓഫ് ഡോ z ബൈ ഡോ y. ഇത് അറിയാമല്ലോ എല്ലാവർക്കും? ഓക്കെ, സോ ഇവിടെ നമുക്ക് z ഈക്വൽ ടു ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് തന്നേക്കുന്നത്. z equal to log x square plus y square implies dou z by dou x എന്തായിരിക്കും? dou by dou x of log x square plus y square. നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ് വരുന്നത്. സോ ഇവിടെ അപ്പൊ നമുക്ക് എന്തായിരിക്കും വരിക? ദിസ് implies ഡോ z ബൈ ഡോ x ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്. ക്ലിയർ ആണോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നാണ് ഇവിടെ ഫംഗ്ഷൻ.
അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് 1/x ആണ്. x² + y² ആയതുകൊണ്ട് 1/x² + y² ഇൻറ്റു ആ x² + y² ഡെറിവേറ്റീവും കൂടി എഴുതണം. ചെയിൻ റൂൾ ആണത്. ചെയിൻ റൂൾ നമ്മൾ പറയാൻ പോകുന്നതേ ഉള്ളൂ. എനിവേ ആ രീതിയിലാണ് നമ്മൾ ആൻസർ എഴുതണ്ടേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/x² + y² ഇൻറ്റു now what is derivative of x² + y²? Dou by 2x. dou x of x² plus dou by dou x of y². ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത് അല്ലെ, സം ഓഫ് ടു ഫംഗ്ഷൻ ആയതുകൊണ്ട്. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1/x² + y² ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x പ്ലസ് y² ഡെറിവേറ്റീവ് എന്തായിരിക്കും വിത്ത് റെസ്പെക്ട് ടു x? 0 വരും. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് y² എന്നാണ്. ഡോ ബൈ ഡോ y ഓഫ് y² ആണെങ്കിൽ അതിന് 2y എന്ന് എഴുതാമായിരുന്നു. പക്ഷെ ഇത് വിത്ത് റെസ്പെക്ട് ടു x ആണ്. നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് വിചാരിക്കണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്തെന്ന് വരും? 2x ഡിവൈഡഡ് ബൈ x² + y². ഇതിന്റെ അകത്ത് സംശയം ഉണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ ഡോ ഇസഡ് ബൈ ഡോ വൈ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇതേ പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പൊ എന്തായിരിക്കും കിട്ടുക? സിമിലർലി ഡോ ഇസഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് ലോഗ് x² + y² ഈക്വൽ ടു 1/x² + y² into dou by dou y of x² + y² equal to 1/x² + y² into, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y വരുമ്പോൾ അത് 0 പ്ലസ് y² വരുമ്പോൾ 2y. അപ്പൊ ഈക്വൽ ടു എന്തെന്ന് വരും? 2y ഡിവൈഡഡ് ബൈ x² + y² എന്ന് വരും. ഓക്കെ, ഇത് സംശയമില്ലല്ലോ. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവിലേക്ക് പോകണം. ഹെൻസ് അല്ലെങ്കിൽ ഇംപ്ലൈസ് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ x² ഈക്വൽ ടു എന്തായിരിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ്, now what is dou z by dou x? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2x ഡിവൈഡഡ് ബൈ x² + y². ഇതല്ലേ 2x ഡിവൈഡഡ് ബൈ x² + y². അതാണ് dou z by dou x. അതുകൂടെ കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ x² + y² എന്ന് വരും. ഇതിന്റെ ഡെറിവേറ്റീവ് കോഷ്യന്റ് റൂൾ വെച്ച് കണ്ടുപിടിക്കുക. കാരണം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സിന്റെ ടേമുകൾ വരുന്നുണ്ട്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ആണ്. അപ്പൊ എന്താ കോഷ്യന്റ് റൂൾ വരണേ? v ഇൻറ്റു u ബൈ v യുടെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. u ബൈ v യുടെ ഡെറിവേറ്റീവ് എന്താ? v ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് u മൈനസ് u ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് v ഡിവൈഡഡ് ബൈ v². അപ്പൊ ആ ഒരു റിസൾട്ട് ഇവിടെ എടുക്കാൻ എന്തായിരിക്കും വരിക? x² + y² ഇൻറ്റു dou by dou x of 2x, okay, minus 2x into dou by dou x of x² + y² all divided by x² + y² in the whole square. Okay, so this is equal to എന്ത് വരും? Equal to x² + y² into 2x ന്റെ ഡെറിവേറ്റീവ് 2 മൈനസ് 2x into x² + y² ന്റെ ഡെറിവേറ്റീവ് അല്പം മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചതാണ് 2x + 0 2x ഡിവൈഡഡ് ബൈ x² + y² the whole square. സോ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പൊ എന്താ നോക്കി, ന്യൂമറേറ്ററിൽ ഉള്ളതിനെ വേണമെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്താ വരണേ? ഈക്വൽ ടു 2x² plus 2y² minus 4x² all divided by x² plus y² the whole square.
So this is equal to 2y square minus 2x square divided by x square plus y square the whole square. Equation 1 ആണ് ഞാൻ കൊടുത്തു. മനസ്സിലായോ? Okay. ഇനി നമ്മൾ similarly dou square z by dou y square. Dou square z by dou y square equal to dou by dou y of dou z by dou y, അല്ലേ? Equal to dou by dou y of dou z by dou y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു 2y divided by x square plus y square. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വോഷ്യന്റ് റൂളിലൂടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും വരിക? This is equal to v into, that means x square plus y square into dou by dou y of 2y minus 2y into dou by dou y of x square plus y square all divided by x square plus y square the whole square. So this is equal to എന്ത് വരും? Equal to x square plus y square into 2 minus 2y into 2y all divided by x square plus y square all square. So നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 2x square plus 2y square minus 4y square divided by x square plus y square the whole square എന്ന് വരും, which is equal to 2x square minus 2y square divided by x square plus y square all square. ഇതിനെ equation 2 എന്ന് വിളിക്കുക. From 1 and 2, dou square z by dou x square plus dou square z by dou y square equal to എന്ത് വരും? ആദ്യത്തെ y square 2y square minus 2x square ആണ് ഡിവൈഡഡ് ബൈ, രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് ഞാൻ ഒന്നിച്ച് എഴുതുകയാണ്, പ്ലസ് 2x square minus 2y square all divided by x square plus y square all square എന്ന് വരും. സോ ന്യൂമറേറ്റർ വന്ന് ക്യാൻസൽ ആയി പോയിട്ട് 0 ആയിരിക്കും വരിക. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് കൺക്ലൂഷൻ കൊടുക്കാനായിട്ട് പറ്റും. എന്ത് തന്നിരിക്കുന്ന ഇക്വേഷൻ implies dou square z by dou x square plus dou square z by dou y square equal to 0 implies z equal to log x square plus y square satisfies the Laplace equation. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ എന്തെങ്കിലും സംശയം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻ്റെ അകത്തുണ്ട് എങ്കിൽ നിങ്ങൾ പറയണം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിന്റെ നൊട്ടേഷൻസ് ഇനിയും നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് നൊട്ടേഷൻസും കൂടെ വരുന്നുണ്ട്. അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ നൊട്ടേഷൻ ഇത് സെക്കൻഡ് ഓർഡർ ആണ്. ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ, ഇതെങ്ങനെയാ കണ്ടുപിടിക്കണേ? ഇതൊരു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ചെയ്താൽ മതി. അതുപോലെ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സ് ആണെങ്കിലോ ദിസ് ഇസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ചെയ്താൽ മതി. ഓക്കെ, ഈ നൊട്ടേഷൻസും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് മനസ്സിലായോ? ആരോ ഒരാൾ എന്നോട് ഡൗട്ടായിട്ട് ചോദിച്ചിരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ നൊട്ടേഷൻ. അപ്പൊ നമുക്കിപ്പോ ഈ ചെയ്ത പ്രോബ്ലത്തിന്റെ അകത്ത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ കാണണമായിരുന്നുവെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഇസഡ് ബൈ ഡോ വൈ ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ? ഇത് ഈ ഫോമിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഡോ ഇസഡ് ബൈ ഡോ വൈ കിട്ടിയത് എന്തായിരുന്നു? 2y ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്.
ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്താൽ കിട്ടുന്നതായിരിക്കും എന്ത് ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ വരുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതും കണ്ടുപിടിക്കാം, ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ വൈ ഡോ എക്സും കണ്ടുപിടിക്കാം. ഓക്കെ, ഞാനിവിടെ ക്വസ്റ്റിനകത്ത് എഴുതാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് മുന്നോട്ട് പറഞ്ഞു പോകുന്നില്ല. നിങ്ങൾ ചെയ്ത് നോക്കാൻ എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയേക്ക് നോക്കിയാൽ എന്താണ്, u equal to cos 80 plus into sin x satisfies the wave equation. ഈ ഇക്വേഷനെയാണ് വേവ് ഇക്വേഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ്, ഒന്ന് വേവ് ഇക്വേഷൻ, ഒന്ന് പിന്നെ ഹീറ്റ് ഇക്വേഷൻ വരുന്നുണ്ട്, പിന്നെ ലാപ്ലാസ് ഇക്വേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് നോട്ടിന്റെ അകത്ത് സാർ തന്നിട്ടുണ്ടാവും. ഞാനതെല്ലാം ഒന്നും പോകുന്നില്ല. നമുക്ക് നോർമലി ഇത് തരികയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഏതാ വേവ് ഇക്വേഷൻ എന്നുള്ളത്. എന്തായാലും ലാപ്ലാസ് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചോളൂ. ലാപ്ലാസ് ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ഇക്വേഷൻ തരാതെ ചോദിക്കാൻ സാധ്യതയുള്ളത് കേട്ടോ. ലാപ്ലാസ് ഇക്വേഷൻ ഇതാണ്. ഇത് സെക്കൻഡ് ഓർഡർ ലാപ്ലാസ് ഇക്വേഷൻ ആണ്. അതുപോലെ നമ്മൾ തേർഡ് ഓർഡറും പറഞ്ഞായിരുന്നു. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് തേർഡ് ഓർഡർ ലാപ്ലാസ് ഇക്വേഷൻ വരുന്നത്. ഇതും അറിഞ്ഞിരിക്കാം. വേവ് ഇക്വേഷൻ നിങ്ങൾ ഫോർത്ത് സെമ്മിൽ എത്തുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അത് കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എനിവേ ഓർമ്മയിൽ വെച്ചോളുക. ഇത് വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണ്ടേ. എങ്ങനെയാ ചെയ്യുക? വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ വേണം. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഏതാ വേണ്ടേ? ഡോ യു ബൈ ഡോ എക്സ് ആണ്. അതുപോലെ ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ ആണെങ്കിലോ ഇങ്ങനെയല്ലേ നൊട്ടേഷൻ വരിക? നമുക്കപ്പോ ആദ്യമേ തന്നെ നമുക്ക് യു ഈക്വൽ ടു കോസ് 80 സൈൻ എക്സ് തന്നിട്ടുണ്ട്. സോ വാട്ട് വിൽ ബി ഡോ യു ബൈ ഡോ എക്സ്? ദിസ് ഇസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എന്ന് പറയുന്നത് കോസ് 80 സൈൻ എക്സ് ആണ്. ഇതെങ്ങനെ ചെയ്യുക? കോസ് 80 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? സോ കോസ് 80 ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് 80 ഇൻറ്റു സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പൊ ഇതായിരിക്കും ഡോ യു ബൈ ഡോ എക്സ് വരുന്നത്. അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്തായിരിക്കും? ഡോ ബൈ ഡോ വൈ ഓഫ് യു. യു എന്ന് പറയുന്നത് കോസ് 80 സൈൻ എക്സ് ആണ്. ഇവിടെ നോക്കുമ്പോൾ സൈൻ എക്സ് കോൺസ്റ്റന്റ്. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡോ യു ബൈ ഡോ വൈ അല്ലല്ലോ നമുക്ക് വേണ്ടത്, ഡോ ടി അല്ലേ? ഞാൻ എഴുതിയപ്പോ തെറ്റിയതാണ്. വൈ അല്ല, ടി ആണ് വേണ്ടത്. ഡോ യു ബൈ ഡോ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ബൈ ഡോ ടി ഓഫ് കോസ് 80. ഇനി ദിസ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു, ഇനി വാട്ട് ഈസ് ഡെറിവേറ്റീവ് ഓഫ് കോസ് 80? മൈനസ് സൈൻ 80 ഇൻറ്റു എ. മൈനസ് സൈൻ 80 ഇൻറ്റു 80 എന്നുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്, വിച്ച് ഇസ് എ. ഓക്കെ, സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൈനസ് എ സൈൻ എക്സ് സൈൻ 80 ആണ്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇതിന് ഒന്നുകൂടെ ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി. ദിസ് ഇംപ്ലൈസ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സിന് എന്തായിരുന്നു വാല്യൂ കിട്ടിയിരുന്നത് അത് കൊടുക്കാം. ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് കിട്ടിയിരുന്നത് കോസ് 80 കോസ് എക്സ് ആണ്. കോസ് 80 കോസ് എക്സ് ഈക്വൽ ടു എന്ത് വരും? കോസ് 80 കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുമ്പോ കോസ് 80 കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് കോസ് എക്സ് അല്ലേ? സോ കോസ് 80 ഇൻറ്റു, now what is derivative of cos x? മൈനസ് സൈൻ എക്സ്. മൈനസ് സൈൻ എക്സ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 80 സൈൻ എക്സ്. ഇതിന് ഇക്വേഷൻ 1 എന്ന് എഴുതാം. ഇനി അതുപോലെ
dou square u by dot t square. This is dou by dot t of dou u by dot t നമുക്ക് കിട്ടിയിരുന്നത് എന്തായിരുന്നു? മൈനസ് എ സൈൻ എക്സ് ഇൻറ്റു സൈൻ 80 ആണ്. സോ മൈനസ് എ സൈൻ എക്സ് സൈൻ 80. ഇത് നമ്മൾ നോക്കുമ്പോൾ മൈനസ് എ സൈൻ എക്സ് കോൺസ്റ്റന്റ് ഇൻറ്റു ഡോ ബൈ ഡോട്ട് ടി ഓഫ് സൈൻ 80. സൈൻ 80യുടെ ഡെറിവേറ്റീവ് എന്താ പറയണേ? മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് 80 ഇൻറ്റു 80യുടെ ഡെറിവേറ്റീവ് ആയിട്ട് ഒരു എയും കൂടെ വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു അപ്പം നമുക്ക് കിട്ടുന്നത് മൈനസ് എ സ്ക്വയർ കോസ് 80 സൈൻ എക്സ്. ശരിയല്ലേ? ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ഇൻറ്റു കോസ് 80 സൈൻ എക്സിന് പകരം എന്ത് കൊടുക്കാമെന്നാണ് ഇക്വേഷൻ 1 എഴുതിയിരിക്കുന്നത്? dou square u by dou x square from 1. സോ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇംപ്ലൈസ് എങ്ങനെ കൺക്ലൂഷൻ കൊടുക്കാം? Implies dou square u by dot t square equal to minus a square dou square u by dou x square. Implies dou square u by dot t square plus a square. സോറി, ഞാൻ എഴുതിയത് തെറ്റിയല്ലോ. മൈനസും കൂടെ കൂട്ടിയിട്ടല്ലേ വരണേ? ഞാനിവിടെ എഴുതിയപ്പോ തെറ്റിയിട്ടില്ലേ? ഏതാ ഇക്വേഷൻ 1 നോക്കിയേ. ഡോ മൈനസ് കോസ് 80 സൈൻ എക്സിന് പകരം അല്ലേ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ കൊടുക്കാൻ പറ്റുക? അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ മൈനസ് വരുവോ? മൈനസ് ഇല്ല, ഇല്ല, അത് ഇതിന്റെ അകത്തേക്ക് വന്നു. സോ ഫ്രം 1 and 2 ഇവിടെ ഈ മൈനസ് വരില്ല. ഓക്കെ, അപ്പൊ നമ്മളുടെ ആൻസർ ആയി. ഇംപ്ലൈസ് നമുക്ക് തന്നിരുന്നത് യു ഈക്വൽ ടു, ക്വസ്റ്റിന്റെ അകത്ത് ഉണ്ടായിരുന്ന എന്താ നോക്കാം. യു ഈക്വൽ ടു കോസ് 80 സൈൻ എക്സ് സാറ്റിസ്ഫൈസ് sin x satisfies the equation ഏതാ? dou square u by dou t square equal to a square into dou square u by dou x square. ഇതായിരുന്നു നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലേ? dou square u by dou t square equal to a square into dou square u by dou x square എന്ന് കിട്ടണമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നോക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ടൈപ്പ് ചെയിൻ റൂളിന്റെ പ്രോബ്ലത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഞാനിവിടെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയോ? എല്ലാവരുടെയും കാര്യത്തിൽ അത് ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഇതിലേക്ക് പോവാണ്. ഞാൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് നോക്കാം. ചെയിൻ റൂളിന്റെ പ്രോബ്ലംസ് ആണ് ഇനി പോകുന്നത്. ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു യു വി സ്ക്വയർ ആൻഡ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ വി ഈക്വൽ ടു എക്സ് മൈനസ് വൈ സ്ക്വയർ ഇങ്ങനെ തന്നേക്കുന്നേ. ഡോ ഇസഡ് ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യണേ? ആദ്യം നമുക്ക് ഇത് മാത്രം നോക്കാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? dou z by dou into dou u by dou x plus dou z by dou u dou v. ഞാൻ പറയാൻ പോകുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ്? ഹിയർ z is a function of z എന്തിന്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ടാ തന്നേക്കുന്നേ? z is a function of two variables. ഏതൊക്കെയാ? u and v. അപ്പൊ ശരിക്കും പറഞ്ഞ ഇസഡിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഏത് ഉപയോഗിച്ചേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? യുവും വിയും വെച്ചേ നമുക്ക് ഇസഡിന്റെ ഡെറിവേറ്റീവ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ യുവും വിയും രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും വരിക. അപ്പൊ ഡോ ഇസഡ് ബൈ ഡോ യു ഡോ ഇസഡ് ബൈ ഡോ വിയുമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇസഡ് എന്ന് പറയുന്നത് യുവിന്റെയും വിയുടെയും ഫംഗ്ഷൻ ആണ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റിന്റെ അത് ചോദിച്ചേക്കുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്നാണ്. ഓക്കെ, അതായത് നമ്മുടെ സിറ്റുവേഷൻ ഞാനൊന്ന് മാത്തമാറ്റിക്കലി എഴുതുകയാണെങ്കിൽ
z is a function of u and v. ഇനി ഇവിടെ u തന്നിരിക്കുന്ന നോക്കിയേ, u ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ u is function of x. u is some g1 of x ഞാൻ എഴുതുകയാണ്. ആൻഡ് v ഈക്വൽ ടു v is another function of x and y. ക്ലിയർ ആണോ? ഇങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ വന്നേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ ആയാലും നമുക്ക് സെയിം എഫക്ട് തന്നെയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. z is a function of u and v where each u and v are functions of x and y. അങ്ങനെ വരികയാണെങ്കിൽ z-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ z-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കണ്ടുപിടിക്കാൻ ആദ്യം z-നെ ഏത് വെച്ച് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാൻ പറ്റുള്ളൂ? യുവും വിയും വെച്ച് നമുക്ക് ഡിഫറൻസിയേഷൻ ചെയ്യാം. z-ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എടുക്കാം. പ്ലസ് z പിന്നെ വേറെ ഏത് വേരിയബിളിന്റെ ഫംഗ്ഷനാ? അപ്പൊ ഡോ z ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് ചെയ്യുക. ഇതാണ് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡോ z ബൈ ഡോ വൈ കണ്ടുപിടിക്കണമെങ്കിലോ എങ്ങനെയായിരിക്കും? ഇവിടെ അതെ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് u ആൻഡ് v. അപ്പൊ നമുക്ക് ഡോ z ബൈ ഡോ യു കണ്ടുപിടിക്കണം, ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ചെയ്യുക, പ്ലസ് സോറി ഡോ എക്സ് അല്ല ഡോ വൈ പ്ലസ് ഡോ z ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. ഇതായത് നമ്മൾ ചെയ്യേണ്ടി വരിക. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹിയർ z is a function of two variables u and v where each u and v are functions of each u and v are functions of ഏതാ? x and y. therefore എന്ന് പറഞ്ഞ ഈ രണ്ട് ഫോർമുല പറയാം. therefore by chain rule പ്രകാരം ഈ രണ്ട് ഫോർമുല കിട്ടും. ഈ പറഞ്ഞ ഫോർമുലകൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? z എന്ന് പറയുന്നത് യു വി രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷൻ ആണ്. യു എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ഒരു ഫംഗ്ഷൻ ആണ്. വി എന്ന് പറയുന്നതും എക്സിന്റെയും വൈയുടെയും ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഡോ z ബൈ ഡോ എക്സ് നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇവിടെ യൂസിങ് ചെയിൻ റൂൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ പറയാം, നമുക്കിത് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. യൂസിങ് ചെയിൻ റൂൾ എന്ന് പറയുന്നില്ല എങ്കിൽ ഓക്കെ, നമുക്കിത് ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് ഡോ z ബൈ ഡോ യു? ഹിയർ z ഈക്വൽ ടു e റൈസ് ടു u v സ്ക്വയർ. ഹിയർ z ഈക്വൽ ടു e റൈസ് ടു u v സ്ക്വയർ അല്ലേ? ഇങ്ങനെയല്ലായിരുന്നോ? e റൈസ് ടു u v സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് ഡോ z ബൈ ഡോ യു? ഡോ ബൈ ഡോ യു ഓഫ് e റൈസ് ടു u v സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? e റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? e റൈസ് ടു x. അപ്പൊ ഈ e റൈസ് ടു u v സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡോ u എന്തായിരിക്കും വരിക? e റൈസ് ടു u v സ്ക്വയർ ഇൻടു എന്ത് കൊടുക്കണം? ഡെറിവേറ്റീവ് ഓഫ് u v സ്ക്വയർ. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? ഡിഫറൻസിയേഷൻ. ഓക്കെ, ഇനി യു വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വരുമ്പോ നോക്കിയേ, വി സ്ക്വയർ കോൺസ്റ്റന്റാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് യു വരും, അത് 1 ആ. സോ അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്താ? വി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു യു വി സ്ക്വയർ. ഇതാണ് ഡോ z ബൈ ഡോ യു. ക്ലിയർ ആണോ? അതുപോലെ ഡോ z ബൈ ഡോ വി എന്തായിരിക്കും? സിമിലർലി ഡോ z ബൈ ഡോ വി ഡോ ബൈ ഡോ വി ഓഫ് e റൈസ് ടു യു വി സ്ക്വയർ ആണ്. ഈക്വൽ ടു e റൈസ് ടു യു വി സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ വി ഓഫ് യു വി സ്ക്വയർ ഈക്വൽ ടു e റൈസ് ടു യു വി സ്ക്വയർ ഇൻറ്റു
ഇവിടെ നമുക്ക് യു കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2v വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് 2uv ഇൻറ്റു ഇ റേസ് ടു യു വി സ്ക്വയർ. ഇത് മനസ്സിലായോ? യെസ് സർ. ഓക്കെ, ഇനി അടുത്തത് ചെയ്യേണ്ടത്, അപ്പൊ ഇവിടെ നമ്മുടെ ഈ ഫോർമുല നോക്കാം. ഈ ഫോർമുല ഇത് രണ്ടോ നമുക്ക് ഡോ ഇസെഡ് ബൈ ഡോ എക്സും ഡോ ഇസെഡ് ബൈ ഡോ വൈയും ആ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന്റെ ഫോർമുലയിലേക്ക് ആവശ്യമുള്ള ഡോ ഇസെഡ് ബൈ ഡോ യും ഡോ ഇസെഡ് ബൈ ഡോ വൈയും കണ്ടുപിടിച്ചു. ഇനി ഏതൊക്കെയാ കണ്ടുപിടിക്കണ്ടേ? ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സും ഡോ യു ബൈ ഡോ വൈയും ഡോ വി ബൈ ഡോ എക്സും ഡോ വി ബൈ ഡോ വൈയും കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. ഓൾസോ u equal to x cube implies dou u by dou x എന്തായിരിക്കും? x cube ന്റെ ഡെറിവേറ്റീവ് എന്താ? x square. And dou u by dou y എന്തായിരിക്കും? എന്തായിരിക്കും? x cube, y വരുന്നില്ല, x ക്യൂബിന്റെ മാത്രം ഫംഗ്ഷൻ ആണ്, അപ്പൊ അത് 0 ആയിരിക്കും. അതുപോലെ v ഈക്വൽ ടു എന്തായിരുന്നു തന്നിരുന്നേ? v ഈക്വൽ ടു x മൈനസ് വൈ സ്ക്വയർ. ഡോ v ബൈ ഡോ x എന്തായിരിക്കും? 1 x മൈനസ് വൈ സ്ക്വയർ, വിച്ച് ഈസ് ഡോ ബൈ ഡോ x ഓഫ് x മൈനസ് ഡോ ബൈ ഡോ x ഓഫ് y സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് 0 ഈക്വൽ ടു 1. അതുപോലെ ഡോ വി ബൈ ഡോ വൈ ആണെങ്കിലോ മൈനസ് 2y ബൈ ഡോ വൈ ഓഫ് എക്സ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 0 മൈനസ് 2y ഈക്വൽ ടു മൈനസ് 2y. ഓക്കെ, by chain rule, dou z by dou x equal to, ഞാൻ ഫോർമുല ഒന്നുകൂടെ എഴുതുകയാണ്, dou z by dou u into dou u by dou x plus dou z by dou v into dou v by dou x equal to, നമുക്ക് കിട്ടിയത് dou z by dou u എന്തായിരുന്നു? dou z by dou u v square e raised to uv square, v square e raised to uv square into dou u by dou x നമുക്ക് കിട്ടിയത് dou u by dou x നമുക്ക് കിട്ടിയത് 3x square plus dou z by dou v വന്നത് 2uv e raised to uv square into dou v by dou x എന്തായിരുന്നു? dou v by dou x is 1 അല്ലേ? ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? ഒരു v ഇൻറ്റു ഇ റേസ് ടു യു വി സ്ക്വയർ കോൺസ്റ്റന്റ് കോമൺ ആയിട്ട് നിർത്താം. ബാക്കി പിന്നെ എന്താ ഉണ്ടാവുക? ശരിയാണോ? 3vx സ്ക്വയറും 2u ആയിരിക്കും ഓരോ ടൈമിന്റെ അകത്ത് പിന്നെ ബാക്കി ഉണ്ടാവുക. നമുക്ക് ശരിക്കും പറഞ്ഞ ഇത്ര എഴുതി നിർത്തിയാൽ പോരാ, ഇതിന്റെ അകത്ത് ഇനി യുവിനും വിക്കും സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ചെയ്താലേ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. വി എന്തായിരുന്നു? ദിസ് ഇസ് ഈക്വൽ ടു, വി എന്താ? യു എക്സ് ക്യൂബ് ആണ്. വി എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ സ്ക്വയർ ആണ് അല്ലെ. സോ എക്സ് മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് വൈ സ്ക്വയർ ഓൾ ഇൻറ്റു 3 into x minus y square x square plus
2x3. ഇങ്ങനെ എഴുതിയ ക്വസ്റ്റിന്റെ ആൻസർ ആയി. സിംപ്ലിഫൈ ഒന്നും വേണ്ട, ഇത്ര എഴുതി നിർത്തിയാൽ മതി. മനസ്സിലായോ? ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും അതിന്റെ അകത്ത് സംശയം പറയാനുണ്ടോ? ഡോ ഇസഡ് ബൈ ഡോ വൈ അപ്പൊ ഞാൻ പറയാണ്. ഡോ ഇസഡ് ബൈ ഡോ വൈ ഇനിയിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. സിമിലർലി ഞാൻ തൽക്കാലം ഇവിടെ എഴുതുന്നുള്ളൂ. സിമിലർലി ബൈ substituting dou z by dou y equal to dou z by dou u into dou u by dou y plus dou z by dou v into dou v by dou y equal to dou z by dou u ന്റെയും ഡോ യു ബൈ ഡോ വൈയുടെ ഒക്കെ. എനിവേ ഡോ യു ബൈ ഡോ വൈ 0 ആയതുകൊണ്ട് ഫസ്റ്റ് ടൈം മൊത്തത്തിൽ 0 ആയി പൊക്കോളും. ഞാനവിടെ എഴുതി കഴിഞ്ഞാലും മൊത്തം 0 ആയി പൊക്കോളും. കാരണം ഡോ യു ബൈ ഡോ വൈ നമുക്ക് 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ പ്ലസ് ഇനി ഡോ ഇസഡ് ബൈ ഡോ വി എന്താന്ന് നോക്കിയാൽ മതി. ഡോ ഇസഡ് ബൈ ഡോ വി നമ്മൾ കണ്ടുപിടിച്ചത് 2uv e raised to uv square 2uv e raised to uv square into ഡോ വി ബൈ ഡോ വൈ വന്നത് -2y ആണ്. So this is equal to നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? -4y into യുവിന് പകരം x³ കൊടുക്കാം into x minus y square into e raised to x³ into x minus y square. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഐഡിയ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നിരുന്ന ക്വസ്റ്റ്യൻ എന്തായിരുന്നു? z ഈക്വൽ ടു നമ്മുടെ ഇപ്പോഴത്തെ ഈ ക്വസ്റ്റ്യൻ z ഈക്വൽ ടു e raised to u v square ആയിരുന്നു അല്ലെ? വേർ u ഈക്വൽ ടു x³ v ഈക്വൽ ടു x മൈനസ് 2y സ്ക്വയറും ആയിരുന്നു. നമ്മളോട് ചോദിച്ചിരുന്നത് ഡോ ഇസഡ് ബൈ ഡോ എക്സും ഡോ ഇസഡ് ബൈ ഡോ വൈയുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? നമ്മൾ ആ ചെയ്ത ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പറയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു യു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വി എ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് യുവും വിയും വേറെ തന്നേക്കാണ്. ഇങ്ങനെ വരുന്ന കേസിൽ ചെയിൻ റൂൾ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. വെറുതെ നിങ്ങളോട് ഡിഫറൻസിയേഷൻ ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യാം. അല്ലെങ്കിൽ വേണേൽ അല്പം കൂടി ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെയാ ഈസി ആയിട്ട് ചെയ്യണേ? ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു യുവിന് പകരം x³ കൊടുക്കുക ഇൻറ്റു വിക്ക് പകരം എന്ത് കൊടുക്കുക? എക്സ് മൈനസ് 2y സ്ക്വയർ എന്ന് കൊടുത്തിട്ട് ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കുക. ഇവിടുന്ന് നിങ്ങൾക്ക് വേണേൽ ഡയറക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്ത് എഴുതാം. ഇവിടുത്തെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കൽ അത്ര എളുപ്പമല്ല, ഇത്തിരി ശ്രദ്ധിച്ച് ചെയ്യാനുള്ളതാണ്. ഈ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ. സോ ഇത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമുക്ക് ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാനായിട്ട് അത്ര എളുപ്പമല്ല, തെറ്റിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെ ചെയ്താൽ ശ്രദ്ധിച്ച് ചെയ്തോളണം, അല്ലെങ്കിൽ ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യുക. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. w ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ and x equal to log rs plus tu, y equal to t by u cos h rs. Okay, dou w by dou t കണ്ടുപിടിക്കണം, dou w by dou r കണ്ടുപിടിക്കണം, dou w by dou u കണ്ടുപിടിക്കണം. ഞാൻ ഇതിന്റെ ഒരെണ്ണം മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങളൊന്ന് പറയാമോ ചെയിൻ റൂൾ പ്രകാരം dou w by dou t എന്തായിരിക്കുമെന്ന്? By chain rule dou w by dou t equal to പറയാമോ? Dou w by dou. Here w is function of x and y, where each x and y are functions of r, s, t and u. ശരിയല്ലേ? Yes sir. അപ്പൊ dou w by dou t എങ്ങനെ എഴുതും? Dou w by dou x into dou x by dou t plus dou w by dou x into dou x by dou t, okay, plus
Dou W by dou Y into dou Y by dou T. ഡോ വൈ ബൈ Dou T. ഡോ ടി. വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇത്രയല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കണ്ടുപിടിക്കണമെങ്കിലോ? പറഞ്ഞേ. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ. Dou W by dou R into dou X by dou R. ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈക്വൽ ടു Dou W by dou X into dou R by dou X by dou R. ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ. Dou W by dou Y dou ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ dou R. ഡോ ആർ. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ യു ആണെങ്കിലോ? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. അങ്ങനെ എഴുതിയാൽ മതി അല്ലേ? ഡോ ഡബ്ല്യു ബൈ ഡോ യു ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു. ഞാനിപ്പോ ഈ ഒരെണ്ണം മാത്രമേ ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതിലേക്ക് വേണ്ട സാധനങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഇവിടെ W ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. Implies what will be dou W by dou X പറയാമോ? One by two root of x square plus y square. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by 2 root x. 1 by 2 root x ആണ്. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ വരുമ്പോ 1 by 2 root of എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സിന്റെ ആണ് ഇങ്ങനെ ഫോർമുല വരുന്നത്. എക്സിന് പകരം വന്നിരുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇങ്ങനെയല്ലേ എഴുതണ്ടേ? Okay, so this is equal to 1 by 2 root x square plus y square into ഇനി x square plus y square ന്റെ ഡെറിവേറ്റീവ് എന്താ? 2x plus y square ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 2x മാത്രമേ വരൂ. So this is equal to x by root of x square plus y square. സംശയമില്ലല്ലോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമുക്ക് വേണേ ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. സിമിലർലി ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്തായിരിക്കും? ഇതേപോലെ തന്നെ ചെയ്തു പോയാൽ ഒരു വൈ ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരിക്കും. സംശയമാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിക്കോളൂ. ഡോ ബൈ ഡോ വൈ ഓഫ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. So this is equal to 1 by 2 root x square plus y square into 2y എന്ന് വരും അല്ലേ? So y by root of x square plus y square. ഇനി വീണ്ടും what is dou x by dou t? ഇനി ഈ dou x by dou t യും dou y by dou t യും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് വേണ്ട ആ ഒരു ടൈം മൊത്തം ആവും. x ഈക്വൽ ടു എന്തായിരുന്നു? log rs plus tu ആണ്. Implies dou x by dou t അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ടു എന്ത് വരും? 1 by rs plus tu into 1 by rs plus tu into 1 by rs plus tu into dou by dou t of rs plus tu അല്ലേ? So this is equal to എന്തായിരിക്കും? 1 by rs plus tu into rs.
ആ ടേം മൊത്തത്തിൽ കോൺസ്റ്റന്റ്, അപ്പൊ അത് മൊത്തം 0 ആയി പോകും. പ്ലസ് ടി ഇൻറ്റു യുവിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? യു വരും. കാരണം യു ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടി വരുമ്പോൾ 1 ആണ്. സോ യു എന്ന് വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന യു ബൈ ആർ എസ് പ്ലസ് ടി യു. ഓക്കെ, ഇതാണ് ഡോ എക്സ് ബൈ ഡോ ടി. അതുപോലെ ഡോ വൈ ബൈ ഡോ ടി എന്താ? വൈ ഈക്വൽ ടു എന്തായിരുന്നു? y equal to t by u cos h rs. y equal to t by u cos h r into s. So dy by dt അപ്പൊ എന്തായിരിക്കും? cos h rs dy by dt equal to, ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 by u into cos h rs. ഇത്രയും സംഭവം എന്താണ്? ശരിയല്ലേ? സോ എന്തായിരിക്കും വരിക? 1 by u into cos h rs. കാരണം ടിയുടെ ഡെറിവേറ്റീവ് 1 ആ വരിക. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ടിങ് വി ഗെറ്റ് dou w by dou t equal to, like, substituting these values we get dou w by dou t equal to, നമുക്ക് ഓരോന്നും എടുക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, അത് നമുക്ക് കിട്ടിയത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി ആയിരുന്നു അല്ലെ. ഡോ എക്സ് ബൈ ഡോ ടിക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു? ഡോ എക്സ് ബൈ ഡോ ടി ഈക്വൽ ടു യു ബൈ ആർ എസ് പ്ലസ് ടി യു. യു ബൈ ആർ എസ് പ്ലസ് ടി യു പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈയുടെ വാല്യൂ കിട്ടിയത് വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. വൈ ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി കിട്ടിയത് 1 ബൈ യു കോസ് എച്ച് ആർ എസ് ആണ്. ഓക്കെ, ഇവിടെ ഈ എക്സിനും വൈക്കും കൂടെ, കാരണം നമ്മള് യുവും വിയും ആറും എസും അതൊക്കെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഈ എക്സും വൈയും നമ്മളുടെ ഇതിന്റെ അകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പുറത്ത് നിർത്തിയിട്ട് പിന്നെ എക്സിനും വൈക്കും ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സിനും വൈയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ആൻസർ എഴുതേണ്ടത്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഇത്ര നിർത്തിയാലും മതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഞാനിവിടെ എഴുതുകയാണ്. വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ഫോർ എക്സ് ആൻഡ് വൈ. We have to substitute values for x and y here. നമുക്ക് ഇവിടെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ വാല്യൂസ് ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂസ് വി ക്യാൻ എക്സ്പ്രസ് ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഇൻ ടേംസ് ഓഫ് എന്താ പറയുക ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആർ എസ് ടി യു എന്ന് പറഞ്ഞാലും മതി. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? ഇവിടെ ഇപ്പൊ നമുക്ക് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണുള്ളത്, അതുകൊണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിൽ അത്ര കുഴപ്പമില്ല, എങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അതാണ് അതിന്റെ പ്രൊസീജിയർ. ഇതേപോലെ നമുക്ക് ഏതും കണ്ടുപിടിക്കാം. സിമിലർ പ്രൊസീജിയർ എന്ന് ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കുക. വി ക്യാൻ ഒബ്റ്റെയിൻ ഏതൊക്കെ? ഡോ ഡബ്ല്യു ബൈ ഡോ ആറും അല്ലെ, ഏതൊക്കെയാണ് നമ്മളോട് ചോദിച്ചിരുന്നത്? ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ യു. ഓക്കെ, അത് മനസ്സിലായോ? ഓക്കെ, ഇനി അതുപോലെ അതിന്റെ ഇപ്പൊ ഈ പറയുന്നതിന്റെ കുറെ പർട്ടിക്കുലർ കേസ് ആയിട്ട് വരുന്നതാണ് അടുത്തത്. ഇപ്പൊ w ഈക്വൽ ടു കോസ് 3u പ്ലസ് 4v വേർ u ഈക്വൽ ടു 2t പ്ലസ് പൈ ബൈ 2, v ഈക്വൽ ടു മൈനസ് t മൈനസ് പൈ ബൈ 4. ഫൈൻഡ് dw ബൈ dt. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കേ, w ഏതൊക്കെയാ? ഫംഗ്ഷൻ ഓഫ് ഏതൊക്കെയായിരിക്കും?
W is function of u and v, where each u and v are functions of t. അപ്പോ ഇവിടെ നമ്മളോട് ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് ബൈ ചെയിൻ റൂൾ. എങ്ങനെയായിരിക്കും ഒന്ന് പറയാമോ? ചെയിൻ റൂൾ പ്രകാരം ബൈ ചെയിൻ റൂൾ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത് പറയാമോ? ഡോ ഡബ്ല്യു ബൈ ഡോ യു, ഡോ ഡബ്ല്യു ബൈ ഡോ യു ഇൻറ്റു ഡി യു ബൈ ഡി ഡി യു ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇവിടെ കുറെ ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാവും. ആ സംശയം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇവിടെ ഒന്ന് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡി ഡബ്ല്യു ബൈ ഡി ടി ആ ചോദിച്ചിരുന്നത്, ഡോ ഡബ്ല്യു ബൈ ഡോ ടി അല്ല ചോദിച്ചിരുന്നത്. കാരണം എന്താന്ന് പറയാമോ? ഡബ്ല്യു രണ്ട് വേരിയബിളിന്റെ ഫംഗ്ഷനാ. അപ്പൊ ഡബ്ല്യുവിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ യുവും ഡോ ഡബ്ല്യു ബൈ ഡോ വിയും ആണ് എടുക്കേണ്ടത്. അവിടെ നമുക്ക് സംശയം വരാൻ പാടില്ല. കാരണം ഡബ്ല്യു ഇസ് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് യു ആൻഡ് വി. So differentiation of W with respect to U is a partial differentiation. So we have to consider dou W by dou Y. Similarly, differentiation with respect to V is also a partial differentiation. So we can consider dou W by dou V. അവിടെ നമുക്ക് സംശയം വരേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങളൊന്ന് നോക്കുക, ഈ യുവിനും വിക്കും നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര വേരിയബിൾസ് ഉണ്ടാവും? ഏതൊക്കെ വേരിയബിൾസ് ഉണ്ടാവും? യുവിന് പകരം 2t പ്ലസ് പൈ ബൈ 2 എന്നും വിക്ക് പകരം -t മൈനസ് പൈ ബൈ 4 എന്നും നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോസ് എന്ന് പറയുന്നത് എന്തിന്റെ ഫംഗ്ഷൻ ആയിട്ട് മാറും? ടി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മൾ ഈ യുവും ബിയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡബ്ല്യു ഈക്വൽ ടു എന്തെന്ന് വരും? യുവും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കോസ് 60 പ്ലസ് 3 into പൈ ബൈ 2, അപ്പൊ 3 പൈ ബൈ 2 മൈനസ് 4t മൈനസ് പൈ. ഇങ്ങനെയല്ലേ വരിക യുവിനും വിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ? അപ്പൊ ഈ നോക്കിക്കേ, ഇവിടെ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇസ് ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ടി. പൈ ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് ഡബ്ല്യുവിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? ടി. സിംഗിൾ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല പറഞ്ഞിരിക്കുന്നത്. ഡി ഡബ്ല്യു ബൈ ഡി ടി എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ വേരിയബിൾസ് യുവിനും വിക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു ഇസ് എ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ എന്നുള്ള ഫോമാറ്റിൽ വരുന്നതുകൊണ്ടാണ്. ഇനി നിങ്ങൾ അതിനെ കുറിച്ച് വറിയിടാവണ്ട. അത് അവരെന്താണോ തന്നിരിക്കുന്നത് അതുപോലെ എഴുതിയാൽ മതി. നിങ്ങൾ ഇപ്പോ ചെയിൻ റൂൾ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് കറക്റ്റ് ആയിട്ടാണ്. അതൊന്നാണ്, ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ബൈ ചെയിൻ റൂൾ എന്ന് നമ്മൾ ഈ ക്വസ്റ്റിന്റെ അത് ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോ അല്ല നിങ്ങൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചെയിൻ റൂൾ ഒന്നും വേണ്ട. ഡബ്ല്യു ഈക്വൽ ടു ഇങ്ങനെ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ ഡബ്ല്യു നമ്മൾ യുവും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എഴുതാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? യുവും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇങ്ങനെ എഴുതി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? 60 മൈനസ് 40 എന്ത് വരും? 2t. പിന്നെ 3 പൈ ബൈ 2 മൈനസ് പൈ, 3 പൈ ബൈ 2 മൈനസ് പൈ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? പൈ ബൈ 2. അപ്പൊ കോസ് 2t പ്ലസ് പൈ ബൈ 2 എന്ന് വരും. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? ഇതാണ് ഡബ്ല്യു. സോ ഇംപ്ലൈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്താ? മൈനസ് സൈൻ 2t പ്ലസ് പൈ ബൈ 2 into 2t plus pi by 2 ന്റെ ഡെറിവേറ്റീവ് എഴുതണം. ഞാൻ അത് ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ് 2. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ 2t പ്ലസ് പൈ ബൈ 2 എന്ന് വരും. ഇനി ഇവിടെ ടിക്ക് ഏത് വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞത്? പൈ എന്നുള്ള വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ടി ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് വേണ്ട ആൻസർ ആവും മൈനസ് 2 സൈൻ 2 പൈ പ്ലസ് പൈ ബൈ 2. 2 പൈ പ്ലസ് പൈ ബൈ 2 എന്തായിരിക്കും? 5 പൈ ബൈ 2. സൈൻ 5 പൈ ബൈ 2 എത്രയാണെന്ന് അറിയാമോ? അല്ലെ 2 പൈ പ്ലസ് പൈ ബൈ 2. 2 പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 പൈ പ്ലസ് തീറ്റ എന്തായിരിക്കും? അപ്പൊ സൈൻ പൈ ബൈ 2 വാല്യൂ എത്രയാ? 1. ദിസ് ഈസ് ഈക്വൽ ടു 1. നമ്മുടെ ഈ ക്വസ്റ്റിന്റെ ആൻസർ 1 സോറി -2 എന്ന് കിട്ടും.
ഇങ്ങനെ ചെയ്താൽ മതി. പക്ഷെ എന്റെ ഒരു സജഷനിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇങ്ങനെ ചെയ്താൽ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അത് നിങ്ങൾ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ചെയിൻ റൂൾ പ്രകാരം തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിക്കേ. വാട്ട് ഈസ് ഡോ ഡബ്ല്യു ബൈ ഡോ യു? നിങ്ങൾ പറയൂ, സിമ്പിൾ ആയിട്ടുള്ളതല്ലേ? പറഞ്ഞേ. മൈനസ് സൈൻ 3u plus 4v into into 3 ഡോ ബൈ ഡോ യു ഓഫ് 3u plus 4v എന്ന് വരും. plus 4v. അപ്പൊ അത് എന്തായിരിക്കും വരിക? 3 എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 3 സൈൻ 3u plus 4v എന്ന് വരും. ഓക്കെ, അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വി ആണെങ്കിലോ എന്തായിരിക്കും? പറഞ്ഞോളൂ. മൈനസ് സൈൻ 3u plus 4v into 4 വരും അല്ലേ? സോ മൈനസ് 4 സൈൻ 3u plus 4v. പിന്നെ ഡോ യു ബൈ ഡോ യു അല്ല, ഡി യു ബൈ ഡി ടി എന്താ? യു ഈക്വൽ ടു 2t plus pi by 2 ആണ്. ഡി യു ബൈ ഡി ടി അപ്പൊ എന്തായിരിക്കും? 2. അതുപോലെ v ഈക്വൽ ടു മൈനസ് പൈ മൈനസ് v ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് ടി മൈനസ് പൈ ബൈ 4 ആണ്. അപ്പൊ ഡി വി ബൈ ഡി ടി എന്താ? ഓക്കെ, സോ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ dw by dt ഈ ഫോർമുലയിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this will give dw by dt equal to, then from chain rule dw by dt equal to എന്തായിട്ട് മാറും? പറഞ്ഞോ. മൈനസ് 3 സൈൻ 3u plus 4v into 2 plus minus 4 sin 3u plus 4v into എന്ത് വരും? മൈനസ് 1. അപ്പൊ ഈക്വൽ ടു എന്താ വരിക? മൈനസ് 6. ഇത് മൈനസ് 6 സൈൻ എന്നുള്ള രീതി വരും. ഇത് പ്ലസ് 4 സൈൻ വരും. അപ്പൊ എന്തായിരിക്കും? മൈനസ് 2 സൈൻ 3u plus 4v എന്ന് വരും അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ. ഇനി ഇവിടെ നമ്മൾ യുവിനും വിക്കും വാല്യൂ കൊടുക്കണം. യു എന്തായിരുന്നു? 3u ആണ്. യു എന്ന് പറയുന്നത് 2t plus pi by 2 ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? 3 into 2t plus pi by 2. അപ്പോ 6t plus 3 pi by 2, okay, plus 4v. അപ്പൊ എന്തായിരിക്കും? പ്ലസ് മൈനസ് 4t മൈനസ് പൈ. ഞാൻ നേരത്തെ എഴുതിയതായതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. ഈക്വൽ ടു അപ്പൊ എന്ത് വരും? ഈക്വൽ ടു മൈനസ് 2 സൈൻ 2t plus pi by 2. Therefore, dw by dt at t equal to pi എന്തായിരിക്കും വരിക? മൈനസ് 2 സൈൻ 2 pi plus pi by 2 equal to minus 2 sin pi by 2 equal to minus 2.
മനസ്സിലായോ? ആ സർ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലിയർ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെയാണ് ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്. ഇത് വേഗം അങ്ങ് പറഞ്ഞു നിർത്തിയേക്കാം. ഇത് പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ടില്ല. ഇപ്പൊ നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ്. Z equal to log u square plus v square, where u equal to t square, v equal to t raised to minus 2. Find dz by dt. എങ്ങനെ ചെയ്യേണ്ടത്? ചെയിൻ റൂൾ ഉപയോഗിച്ച് ചെയ്യണോ അതോ ഡയറക്റ്റ് ചെയ്യണോ? നിങ്ങൾ ചെയിൻ റൂൾ വെച്ച് തന്നെ പറയാം അല്ലെ? അപ്പൊ ചെയിൻ റൂൾ പ്രകാരം എങ്ങനെയാ? ബൈ ചെയിൻ റൂൾ നിങ്ങളൊന്ന് പറഞ്ഞേ. ബൈ ചെയിൻ റൂൾ dz by dt. അത് എന്തുകൊണ്ടാണ് ഡോ വരാത്തത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ അതിനെ കുറിച്ച് ഇനി വേണ്ടി ചിന്തിക്കുന്നില്ല. ഡയറക്റ്റ് എഴുതുകയാണ് dz by dt ഈക്വൽ ടു z ഏതിന്റെയൊക്കെ ഫംഗ്ഷനാ? u and v. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടി വരും? ഡോ z by ഡോ u ഇൻറ്റു du by dt, കാരണം u ടിയുടെ മാത്രം ഫംഗ്ഷൻ ആണ്, പ്ലസ് ഡോ z by ഡോ v ഇൻറ്റു സംശയമില്ലല്ലോ? ഇല്ല. ഇനി ഓരോന്നും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. z ഈക്വൽ ടു ലോഗ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ആണ്. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇംപ്ലൈസ് ഡോ z by ഡോ u എന്താ? 1 by u square plus v square into ഡോ ബൈ ഡോ യു ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് വരും അല്ലെ? സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താ? 2u by u square plus v square. ഡയറക്റ്റ് എഴുതുന്നതിന് കുഴപ്പമില്ലല്ലോ? ഇല്ല. അതുപോലെ തന്നെ ഡോ z by ഡോ v എന്തായിരിക്കും? 1 by u square plus v square into 2v എന്നുള്ള ഫോമിലേക്ക് വരും അല്ലെ? സോ 2v ഡിവൈഡഡ് ബൈ u square plus v square. വീണ്ടും u ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. അപ്പൊ du by dt എന്താ? 2t. du by dt ഈക്വൽ ടു 2t. പിന്നെ v ഈക്വൽ ടു t raised to minus 2 ആണ്. ഇംപ്ലൈസ് dv by dt എന്താ? minus 2t raised to t raised to minus 2. minus 3. ഇതെല്ലാം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേണ്ട ആൻസർ ആവും. ഓക്കെ, ഓരോന്നും നമുക്ക് എഴുതാം. 2u by u square plus v square. So this therefore dz by dt equal to 2u by u square plus v square into 2t plus 2v by u square plus v square into minus 2t raised to minus 3. So this is equal to ഒരു 4 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ കോമൺ ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ള ടി യു മൈനസ് ടി റേസ് ടു മൈനസ് 3v. ശരിയാണോ? ന്യൂമറേറ്ററിൽ നിന്ന് 4ഉം ഡിനോമിനേറ്ററിൽ നിന്ന് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ന്യൂമറേറ്ററിൽ പിന്നെ ബാക്കിയുള്ളത് ഒരു യു ടി ഫസ്റ്റ് ടൈമില്, അടുത്തതിന്റെ അകത്തുള്ളത് ഒരു വിയും ടി റേസ് ടു മൈനസ് 3. അപ്പൊ ഇനി ഇവിടെ നമ്മൾ യുവിനും വിക്കും വാല്യൂ കൊടുത്താൽ മതി. അപ്പൊ എന്തായിരിക്കും വരിക? 4 ഡിവൈഡഡ് ബൈ യു സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ ഓൾ സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റേസ് ടു മൈനസ് 3 ഓൾ സ്ക്വയർ ഇൻറ്റു ടി യു. ടി ഇൻറ്റു യു എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. അപ്പം ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ടി റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി റേസ് ടു മൈനസ് 2. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷനിലേക്ക് കൂടുതൽ പോകുന്നില്ല, തൽക്കാലം ഇത്ര എഴുതി നിർത്തിയാലും വേണമെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ദിസ് ഈസ് ഈക്വൽ ടു 4 into t cube minus അടുത്ത ടൈം എന്താ പറഞ്ഞേ? t raised to minus 5 divided by t raised to 4 plus t raised to എത്ര വരും?
ശരിയല്ലേ? -4 അല്ലേ? അല്ല, വൈയുടെ വാല്യൂ ഇത് t⁻2 ആയിരുന്നു അല്ലേ? -3 അല്ലല്ലോ, -2 അല്ലായിരുന്നോ? ഓക്കെ, -4 അവര്. അപ്പോ റേസ് ടു -4 വരും. ഓക്കെ, ഇനി കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യണമെന്നില്ല, ഇത് മതി. നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആൻസറിലേക്ക് പോകണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, നമ്മളോട് ജസ്റ്റ് കണ്ടുപിടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഇത് മതി. ചെയിൻ റൂളിന്റെ കേസുകൾ മനസ്സിലായോ? നമ്മളിപ്പോ ശരിക്കും ഇന്ന് ചെയിൻ റൂളിന്റെ പ്രോബ്ലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും വെച്ച് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പറയാനായിട്ടുണ്ടെങ്കിൽ